അതല്ലെങ്കിലും അങ്ങനെയാ. ചില കാര്യങ്ങൾ നമ്മൾ ഇതാ ഇപ്പോൾ തുടങ്ങണം എന്ന് കരുതിയാലും അതങ്ങനെ നീണ്ടു നീണ്ടു പൊയ്ക്കൊണ്ടേയിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പോലെ ഇനി അങ്ങനെ ഇത് നീണ്ടു പോകില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ഞാൻ ദാ അവതരിപ്പിക്കുന്നു എൻ്റെ ഒരു സാറ്റർഡേ ജീവിതം. സാറ്റർഡേ രാവിലെ തന്നെ ഡാൻസ് ക്ലാസ്സിന് പോകാനായിട്ടുള്ള ഒരുക്കാണ് കേട്ടോ. വരി എഴുതി പൊട്ട് തൊടാനൊന്നും ഒരു കൺഫ്യൂഷൻ ഇല്ലെങ്കിലും മുടി കിട്ടാൻ വല്ലാത്ത കൺഫ്യൂഷനാണ്. സൈഡ് വകുപ്പ് എടുക്കണോ നേർവകുപ്പ് എടുക്കണോ, മുടി അഴിച്ചിടണോ അതോ കെട്ടി വെക്കണോ, അങ്ങനെ കൺഫ്യൂഷനോടെ കൺഫ്യൂഷൻ. അവസാനം മുടിയിൽ മൂസൊക്കെ തേച്ച് നല്ല ഒതുക്കി വെച്ചിട്ട് കെട്ടി വെക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഇറങ്ങാറായപ്പോൾ പിന്നെയും മനസ്സിനൊരു ചാഞ്ചാട്ടം. വേണ്ട, ഊരിയിട്ടാൽ മതി. അങ്ങനെ മുടിയെല്ലാം അഴിച്ചിട്ട് നല്ല പ്രാർത്ഥനയോടുകൂടി ഡാൻസ് ക്ലാസ്സിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ എൻ്റെ സ്റ്റുഡൻസ് ഇതായിട്ട് കേട്ടോ ക്ലാസ്സിനായിട്ട്. ഞാൻ ചെറിയൊരു പ്രാർത്ഥനയോട് കൂടി നമ്മുടെ ക്ലാസ്സും ആരംഭിച്ചു. കുഞ്ഞിനാളിൽ നിനക്ക് ആരാവണം എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡാൻസർ ആവണം എന്നുള്ളൊരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. ആഗ്രഹിച്ചതുപോലെ ഒരു പ്രൊഫഷണൽ ഡാൻസർ ആവാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഐ ഫീൽ ഹാപ്പി ആൻഡ് കംപ്ലീറ്റ്. ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരികെ വന്ന് നല്ല മാമ്പഴമൊക്കെ കഴിച്ച് പുറത്തുള്ള പച്ചപ്പും ഹരിതാപ്പൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച് നേരെ പോയി നെയിൽ സാലണിലേക്ക് കുറച്ച് നാൾക്ക് ശേഷം ചെയ്യുവാണ്. അങ്ങനെ ഞാൻ ഒരു ബ്രൗൺ കളർ ചൂസ് ചെയ്തു. പിന്നെ വൈകുന്നേരം എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആഘോഷം കൂടി അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു.